തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളിലായിരിക്കും പാറു ആ കുട്ടിയെ ചേർത്തത്. മുതലക്കുഴി റോഡ് വഴി വളഞ്ഞു പോവാം. അപ്പോ കുറേ സമയം പാറുവിനൊപ്പം ബൈക്കിൽ പോവാമല്ലോ. ഇതുപോലൊരു ചാൻസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. മോനെ പ്രിയ, സ്നേഹിക്കുന്ന പെണ്ണിനെയും കൊണ്ട് ബൈക്കിൽ കറങ്ങുക എന്നുള്ളത് നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ആഗ്രഹം. നിനക്കിന്നാ ഭാഗ്യം കൈവന്നിരിക്കുക. പ്രിയ, നാളെ മുതല് ഞാനും നിന്റെ കൂടെ ബൈക്കിൽ വന്നോട്ടെ എന്ന് അവള് നിന്നോട് ചോദിക്കണം. അവക്ക് ചോദിക്കാൻ തോന്നണം. അവിടെയാണ് നിന്റെ മിടുക്ക്. ഡ്രസ്സെവിടെ? പുതിയ ജീൻസും ഷർട്ടും അയൺ ചെയ്ത് വെക്കാൻ ഞാൻ ആ വഴക്കാളിയോട് പറഞ്ഞാണല്ലോ. അവൾ ഇതുവരെ തേച്ചില്ലേ? തേക്കാൻ നിന്നാ ലേറ്റ് ആവുമല്ലോ. ഇടി ദർശനെ, വഴക്കാളി ഇവിടുത്തെ എവിടെ? ദർശനെ, തൊണ്ട പൊട്ടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓ, ഇതെന്താ മുണ്ട്? ഞാൻ നിന്നോട് പുതിയ ജീൻസ് അല്ലേ തേക്കാൻ പറഞ്ഞത്? ജീൻസ് ഇട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിലോ? എടാ, ഇന്ന് അച്ഛന്റെ ആണ്ടല്ലേ, അത് നീ മറന്നുപോയോ? കഴിക്കാനുള്ളത് ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടില്ല, ഇതിലാ വെച്ചിരിക്കുന്നെ. കമ്പനി പോയിട്ട് കഴിച്ചോ. ബലിയിടാകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ല. അമ്മേ, ഞാൻ അമ്പലത്തിലേക്കല്ല പോകുന്നത്. അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും അമ്പലത്തിൽ പോയി അച്ഛന് ബലി ഇട്ടിട്ട് പോയാ മതി. പാറു അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ കുട്ടിയാണെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. ഫസ്റ്റ് ഡേ എന്നെ ലേറ്റ് ആവാനും പാടില്ല.